എത്തിയിരിക്കുന്നത് മായമ്മ എന്ന ഫിലിമിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മളോടൊപ്പം ഫിലിമിന്റെ ഡയറക്ടറായ രമേഷ് കുമാർ കോറമംഗലം സാറും ആക്ട്രസ് ഇന്ദുലേഖ മാമുമാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഡയറക്ടർ എന്നാണ് ഞാൻ വിശേഷിപ്പിച്ചത്, പക്ഷേ ഈ സിനിമയുടെ റൈറ്ററും ഗാനരചയിതാവും എല്ലാം സാറാണ്. ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാനരചന അതിൽ അവിചാരിതമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ്. കാരണം ഇതിലെ ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ പോകുന്ന ഗാനങ്ങളാണ് ഈ സിനിമയിലുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുള്ളുവത്തിയും ഒരു നമ്പൂതിരി യുവാവും തമ്മിലുള്ള പ്രണയവും, ആ പുള്ളുവത്തിയുടെ പ്രണയത്തിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളും അതിൽ നിന്ന് ആ കുഞ്ഞ് സർവൈവലാവുന്നതുമായിട്ടുള്ള സ്ത്രീത്വത്തിനും അവളുടെ അഭിമാനത്തിനും വേണ്ടിയിട്ട് പോരാടുന്നതൊക്കെ ആയിട്ടുള്ളൊരു കഥയാണ് ഇത് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ പുള്ളുവൻ പാട്ട്, നാവോറ് പാട്ട്, ഈ അഷ്ടനാഗക്കളം മായ്ക്കുന്ന ട്രഡീഷണലായിട്ടുള്ള സമ്പ്രദായങ്ങൾ, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഗാനരചന ആ വിഭാഗമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരിൽ നിന്ന് കവിതകൾ വാങ്ങിച്ചെങ്കിലും മ്യൂസിക് ഡയറക്ടർക്കും രാജേഷ് വിജയാണ് മ്യൂസിക് ചെയ്തത്. അപ്പം അദ്ദേഹത്തിനും എനിക്കും കൂടുതലും എനിക്ക് ഒരു തൃപ്തികരമല്ലാത്ത ഒരു രീതിയിലാണത് വന്നത്. അതുകൊണ്ട് പിന്നെ കുറേ അധികം റെഫറൻസ് നടത്തി അങ്ങനെ എഴുതി പോയതാണത്. അതെ, കാരണം സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തത് ഞാനായതുകൊണ്ട് അതിൻ്റെ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടല്ലോ. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. ഇനിയിപ്പോൾ മറ്റൊരു സംഗീതം എഴുതണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പറ്റിയില്ല എന്ന് വരും. ഇതങ്ങ് സംഭവിച്ചു. അതെ, തീർച്ചയായിട്ടും. അതെ, എൻ്റെ ഫസ്റ്റ് മൂവിയാണ്. എൻ്റെ ഫസ്റ്റ് മൂവി. ഓക്കെ, അപ്പം എന്താണ് ഈ കൂടുതലും സീരിയൽ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ഇതിലുള്ളത്. പ്രത്യേകിച്ച് അവരൊക്കെ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു. അതിലെ നായിക അങ്കിത മേനോൻ. ചേച്ചിയൊന്നും ഫസ്റ്റ് ഒന്നുമല്ല. നായിക അങ്കിത മേനോൻ. അപ്പം അങ്ങനെ എന്താണ് അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എന്താണ് കാസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഇതിന് തുടക്കം തന്നെ വളരെ ലോ ബഡ്ജറ്റിൽ കംപ്ലീറ്റ് പുതുമുഖങ്ങൾ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് തുടങ്ങിയത്. ഞാനൊരു പുതുമുഖമാണ്, അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾക്ക് കംപ്ലീറ്റ് അവസരങ്ങൾ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മായമ്മയുടെ തുടക്കം തന്നെ ഉണ്ടായത്. പക്ഷേ പിന്നീട് എന്നെ ഞാനാക്കിയ അനിൽ സാറും നവീനും, ഞാൻ ഇന്നിപ്പോൾ ഈ സ്റ്റേജിൽ ഇരിക്കുന്നതിന് കാരണക്കാരായിട്ടുള്ള നവീൻ സാറും അനിൽ സാറും കൂടെ നിർബന്ധിച്ചാണ് കുറച്ച് ആർട്ടിസ്റ്റുകളെയും കൂടെ വയ്ക്കണമെങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ സൈഡ് ക്ലിയർ ആവുകയുള്ളൂ എന്ന് അവരുടെ നിർബന്ധം. ഇതിന് വേണ്ടിയിട്ട് പൈസ മുടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, രാജശേഖരൻ സാർ ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരുമായിട്ടും കൂടെ സംസാരിച്ചപ്പോഴത്തേക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആർട്ടിസ്റ്റുകളെയും കൂടെ നിർത്തിയാലേ നമുക്കത് സ്മൂത്ത് ആവുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ പുറത്താണ് ഓരോ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായവരെ ഞങ്ങൾ തേടിപ്പിടിച്ച് കണ്ടെത്തിയത്. ഓക്കെ മാം, എനിക്ക് തോന്നുന്നു എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് തൊട്ടേ ഞാൻ TV സ്ക്രീനിൽ കാണുന്ന ഒരു ആളാണ് മാം. അപ്പം മാം ഇടയ്ക്ക് സീരിയലിൽ അഭിനയിച്ചൊരു ബ്രേക്ക് എടുത്തിരുന്നു, പിന്നെ കുറച്ച് സിനിമകളിലൊക്കെ ചെയ്തിരുന്നു, ബ്രേക്ക് എടുത്തിരുന്നു. അതിപ്പോൾ ബോധപൂർവ്വം എടുക്കുന്നതാണോ അതോ? അങ്ങനെ ബ്രേക്ക് എടുത്തതൊന്നുമല്ല. സിനിമ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന ഒരു ഇതല്ലല്ലോ. പിന്നെ സീരിയലിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്യായിരുന്നു. പുതിയ ഏതെങ്കിലും സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? സിനിമ ഒരെണ്ണം കൂടെ ചെയ്തിട്ടുണ്ട്. ഉർവശി ചേച്ചി പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അതും ഇതിന് പിന്നാലെ റിലീസാവും. ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, പുതിയ കുറേ നടന്മാർ സീരിയൽ ആക്ട്രസുകൾ കുറേ പേര് വന്നിട്ടുണ്ട്. അപ്പം അവരുമായിട്ടുള്ളൊക്കെ ഒരു അഭിനയ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നമുക്ക് കൂടുതലായിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണത്. അപ്പം നമ്മൾ പണ്ട് മുതലേ നമ്മൾ ശീലിച്ച് വന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുതിയ ആൾക്കാർ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവാനുള്ള ഒരു അവസരമാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ വിജയ് തമ്പി സാറ് ഇതിലൊരു വേഷം ചെയ്തിട്ടുണ്ട്, ഒരു പ്രധാന വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളി എങ്ങനെയായിരുന്നു ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി? എന്നുവെച്ചാൽ ഞങ്ങൾ ഈ നായിക പുള്ളുവത്തിയാണ്, പുള്ളുവ സമുദായത്തിൽപ്പെട്ട പുള്ളുവ പെൺകുട്ടിയാണ് നമ്മുടെ കഥാപാത്രത്തിലെ നായിക. സമുദായമായിട്ടൊന്നും വേറെ ബന്ധമൊന്നുമില്ല അതിന്. ആ ഒരു ക്യാരക്ടറിൻ്റെ മാനർസങ്ങൾ കൃത്യമായിട്ട് പ്രതിഫലിപ്പിക്കണമെങ്കിൽ ആ കുഞ്ഞിനെ ഒരു പുള്ളുവത്തി ആക്കിയെങ്കിൽ മാത്രമേ കഥയിൽ സാധ്യമാവുമായിരുന്നുള്ളൂ. കാരണം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്പൂതിരിയും പുള്ളുവ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയം. അപ്പോൾ അതിന് ഒരു പുള്ളുവനായിട്ടുള്ള അച്ഛൻ വേണം.
അവർക്ക് അമ്മയില്ല, അമ്മ കുഞ്ഞിലേ നഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. അവരിങ്ങനെ നാടോടിയായിട്ട് അലയുന്ന ഒരു സമ്പ്രദായമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അച്ഛനെ അന്വേഷിച്ച് ഞങ്ങൾ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ, നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ അടുത്ത് കഥ പറയാൻ ചെന്നു. അപ്പോൾ കഥയ്ക്ക് അവർ വേറെ ദോഷമൊന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ മറ്റ് ചില വിഷയങ്ങൾ ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നതുകൊണ്ട് അവരെ അന്ന് മാറ്റി നിർത്തി. തമ്പി സാറിൻ്റെ അടുത്ത്, എനിക്കൊരു ഗുരുസ്ഥാനീയനും കൂടെയാണ് തമ്പി സാർ. അങ്ങനെ തമ്പി സാറുമായിട്ട് ഞാൻ ഈ കാര്യം ഡിസ്കസ് ചെയ്ത് സാറിൻ്റെ അടുത്ത് ഈ ഒരു വേഷം ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളി സഹർഷം സസന്തോഷം ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞു തന്ന ധൈര്യം. അങ്ങനെയാണ് തമ്പി സാർ ഇതിനകത്തോട്ട് വരുന്നത്. ഈ ചിത്രത്തിൽ കഴിഞ്ഞിടയ്ക്കൊരു വിവാദം വന്നിരുന്നു. ഇതിലെ കോസ്റ്റ്യൂം ആയിരുന്നു മെയിൻ പ്രശ്നമായത്. പ്രത്യേകിച്ച് വിജയ് തമ്പി സാറായിരുന്നു ആ കോസ്റ്റ്യൂം ഇട്ട് ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നത്. അതിന് ഒത്തിരി വിവാദം ഉണ്ടായി. അതിനെക്കുറിച്ച് എന്താണ്? കോസ്റ്റ്യൂം മാത്രമല്ല, തമ്പി സാർ ഈ സിനിമയിൽ അഭിനയിച്ചതിന് ഉൾപ്പെടെ വൻ വിവാദമായിരുന്നു. സൈബർ അറ്റാക്ക് ഒരുപാട് ഞങ്ങൾ നേരിട്ടു. അദ്ദേഹം ഒരു പ്രമുഖ സംഘടനയുടെ വക്താവാണ്. പക്ഷെ ഞങ്ങളുടെ ഈ സിനിമയിൽ ഒരിക്കലും ഒരു സംഘടനയുടെ വക്താവായിട്ടല്ല തമ്പി സാർ അഭിനയിച്ചത്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് തമ്പി സാർ അഭിനയിച്ചത്. അപ്പോൾ ആ നിലയ്ക്ക് കാണാതെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള അദ്ദേഹമായിട്ട് എതിർപ്പുള്ള ചിലരുടെ കുൽസിത ശ്രമം, അത്ര തന്നെ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതൊന്ന് ഒതുങ്ങി വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ റീസെൻ്റായിട്ട് അടുത്തൊരു വിഷയം ഇതിൽ വന്നിട്ടുണ്ട്. കാരണം ഇതിലെ നായിക പുള്ളുവത്തിയാണ് എന്നുള്ളത് കൊണ്ട് പുള്ളുവ സമുദായത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണോ എന്നും ചോദിച്ചുകൊണ്ട് ഒരു വിഭാഗം വന്ന് ഇത് സ്റ്റേ ചെയ്യും എന്നുള്ളതാണ് അവരുടെ ഭീഷണി. ഇപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല, സാധാരണ മുൻകാല സിനിമകളിലെല്ലാം പുള്ളുവത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോശം സ്ത്രീ എന്നുള്ളതാണ് സിനിമാക്കാരുടെ കൺസെപ്റ്റ്. നിങ്ങളും അങ്ങനെ തന്നെയാണോ കാണുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്കത് ഞങ്ങളുടെ സമുദായത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന വിഷയമാണ്, ഇത് തുടരാൻ ഞങ്ങൾ അനുവദിക്കുന്നതല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രതികരണങ്ങൾ. എന്ത് പറയാനാ അതിനെക്കുറിച്ച് ഇപ്പോൾ അത്രേ ഉള്ളൂ. അല്ല, ഒരു അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു കല എന്നുള്ള രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇതിന് സമുദായത്തിൻ്റെ അംഗീകാരം വരെ വാങ്ങിച്ചുകൊണ്ടേ നമുക്കിത് ചെയ്യാൻ കഴിയൂ എന്ന് പറയുന്ന ആ ഒരു രീതിയോടാണ് എനിക്ക് എതിർപ്പ്. ഇപ്പം ഒരു സിനിമയിൽ പഴയകാല സിനിമകളൊക്കെ ഏത് സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെല്ലാ മതക്കാരും കാണും. മുസ്ലിംസ് കാണും, ക്രിസ്ത്യൻസ് കാണും, ഹിന്ദുസിൽ തന്നെ പെട്ട ഉപവിഭാഗങ്ങളെല്ലാം കാണും, നമ്പൂരിമാർ കാണും, നായരുമാർ കാണും, അങ്ങനെ പല വിഭാഗങ്ങളും കാണും. എന്ന് വെച്ചിട്ട് അതൊരു കഥാപാത്രമാണ്. അല്ലാതെ ഒരു മതത്തിനെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ അധിക്ഷേപിക്കാനോ ആ ഒരു മതവിഭാഗത്തിനെ താറടിച്ച് കാണിക്കാനോ അല്ല ആ ഒരു സിനിമ. അതൊരു കലയാണ്. അതിനെ ആ ഒരു സെൻസിൽ കാണണം. അതിന് ആ ഒരു സെൻസിൽ കാണാൻ ബുദ്ധിയില്ലാത്തവരെ കുറിച്ച് പിന്നെ നമുക്ക് എന്താ ഇപ്പോൾ പറയാൻ പറ്റും? അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് അവരുടെ വിവരക്കേട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും അതിനെക്കുറിച്ച് പറയാനില്ല. മാമിന്റെ വേഷം എന്തായിരുന്നു ഇതില്? ഇതില് ഒരു തമ്പുരാട്ടിയുടെ ക്യാരക്ടറായിരുന്നു. അപ്പൊ കുറെ പഴയ, കുറച്ച് പഴയൊരു കാലഘട്ടമാണ് കാണിക്കുന്നത്. ഒരു മൊബൈൽ ഇല്ലാത്ത ഒരു കാലഘട്ടം, അത്രയും നമുക്ക് ഇതിനെപ്പറ്റി പറയാം. എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസ് ഒക്കെ? അത്രയും പഴയ ഒരു കാലഘട്ടത്തില് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് നാടൻ ക്യാരക്ടേഴ്സ്, സെറ്റുമുണ്ട് കൊടുത്ത് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് കുറേ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇത് അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ സാറ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു. കഥ മുഴുവനായിട്ടും വിവരിച്ചു തന്നിരുന്നു. ഓരോ സീൻ എടുക്കുന്ന സമയത്തും ഓരോ ഡയലോഗും അതിൻ്റെ ഇമോഷനും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു പിക്ചർ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ശരിക്കും ഒരു ടീം വർക്ക് തന്നെയായിരുന്നു. എല്ലാവരും എല്ലാ ജോലിയും ചെയ്തത് നമ്മുടെ സിനിമ എന്നുള്ളൊരു രീതിയിൽ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വർക്ക് ചെയ്ത് ക്യാമറയുടെ മുമ്പിലും പിന്നിലും വർക്ക് ചെയ്ത് എല്ലാവരും ഒരേ മനസ്സോടെ നിന്ന് ഇതിൽ സഹകരിക്കുന്നുണ്ട്. അതിലിപ്പം മറ്റേ ഈ സോങ്ങിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഈ കളമ്പാട്ട് സമയത്തൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മറ്റേ നായകനും നായികയും ബാക്കി ലൈറ്റ് ബോയ് ഉൾപ്പെടെയുള്ളവർ സസ്യാഹാരം മാത്രം ഉപയോഗിച്ച് പരിപൂർണ വ്രതത്തിൽ ആണ് ആ സോങ് ഷൂട്ട് ചെയ്തത്. മാത്രമല്ല അതൊരു ഒറിജിനൽ സർപ്പക്കാവിൽ വെച്ചാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഭയഭക്തി ബഹുമാനത്തോടു കൂടി തന്നെയാണ് എല്ലാവരും, ഒരാൾ മാത്രമല്ല എല്ലാവരും, നായകനും അതെ, കംപ്ലീറ്റ് പേരും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ളൊരു മനസ്ഥിതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന് ഓരോരുത്തരെയും അഭിനന്ദിക്കാതിരിക്കാൻ നിർവാഹമില്ല. തീർച്ചയായിട്ടും എല്ലാ മേഖലയിൽ നിന്നും നമുക്ക് തുടങ്ങിയിട്ട് ഇന്ന് ഈ നിമിഷം വരെയും ഒരു നെഗറ്റീവായിട്ട് ഈ നേരത്തെ ഞാൻ പറഞ്ഞ 1-2 വിവാദങ്ങളല്ലാതെ, അത് അനാവശ്യമായിട്ടുള്ള വിവാദങ്ങളല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല.